ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കൂട്ടുകാരനെ കാണാൻ അഴീക്കൽ വന്നിട്ടുണ്ട്, അഴീക്കൽ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അഴീക്കൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളെ ലൈറ്റ് ഹൗസ് എന്ന് പറയും ഈ സ്ഥലത്തിന് പറയില്ല. നമുക്ക് കുറേ അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ വണ്ടി എടുത്തിന്. അപ്പോൾ ഇവിടെ കുറച്ച് നിർത്തി ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ ഇതാണ് മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലം, കണ്ണൂർ മാട്ടൂൽ. ആ ഒരു പാലമുണ്ട് അപ്പുറത്തെ. ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. ഈ കാണുന്ന തീരം കേട്ടോ, ഇതിനപ്പുറം മാട്ടൂൽ എന്ന് പറയല്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യ അസ്തമയം കാണാം. നമുക്കതെല്ലാം കണ്ടിട്ട് മെല്ലെ പോവാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറേ കാറും പിന്നെ അത്യാവശ്യം മീൻ പിടുത്തക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ പാറക്കല്ലിൽ നിന്ന് ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ അങ്ങനെ കാണാൻ പറ്റും. അതൊന്നും അവരെ ബുദ്ധിമുട്ടിക്കണില്ല. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫാമിലി അപ്പുറം കാണുന്നുണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ട് ഇറക്കുന്നില്ല ആരും കേട്ടോ, തീരത്തേക്ക് ഇറക്കുന്നില്ല. എല്ലാവരും വണ്ടി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകട്ടോ. അപ്പോൾ കുറേ കുട്ടികളവിടെ മീൻ പിടിക്കുന്നുണ്ട്. നമുക്കതെല്ലാം പോയി കാണാം. അപ്പോൾ കുറേ ഫാമിലി അവിടെ ഫോട്ടോ എടുക്കലും പരിപാടിയിലാണ് കാണുന്നുണ്ടാവും. ഈ കല്ലിങ്ങനെ പാകിയോണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി അങ്ങനെ അധികം കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. എടുത്ത ആൾക്കാരിലും വണ്ടി അങ്ങനത്തോളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ എടുത്തില്ല. ഒരിക്കലും അത് ശീലമായിരിക്കും, നമുക്കതങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ അങ്ങോട്ടുള്ള പോട്ടെ നമുക്ക്. കാര്യമായിട്ട് നമ്മൾ സൂര്യാസ്തമയം ഒന്ന് കാണണമെന്ന് ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ആൾ കുറവ്. അപ്പോൾ ഒന്നാമത് സ്കൂൾ വിട്ട ടൈമല്ലേ, അതുകൊണ്ടായിരിക്കാം ആളൊന്ന് കുറവാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ല ആളുണ്ടാവും. അവർ പറഞ്ഞു ഇവിടെ ലൈറ്റ് ഹൗസ് എന്നാണ് പറയില്ല. ഇവിടെ ലൈറ്റ് ഹൗസ് ഒന്നും കാണുന്നില്ല, എന്താ അറിയില്ല. പിന്നെ അങ്ങ് കാണുന്നുണ്ടാവും, അങ്ങ് ക്യാമറയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടോ അറിയില്ല. അത് നമ്മുടെ നേവീൻ്റെ സ്ഥലം കേട്ടോ. നമ്മൾ ഈ ക്യാമറയിൽ അങ്ങനെ സൂം ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ സൂര്യാസ്തമയം കണ്ടിട്ട് ഞാൻ പോകുള്ളൂ കേട്ടോ. ഉണ്ടാവും കുട്ടികളായിരുന്നു പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ മത്സ്യത്തൊഴിലാളിയുടെ ബോട്ടാണ്. വണ്ടി ഇങ്ങോട്ട് തോളം ഒരാൾ ഇങ്ങോട്ട് തോളം എടുത്തിട്ടുണ്ട് വണ്ടി കേട്ടോ. പക്ഷെ അവിടെ കുറച്ച് കല്ലിൻ്റെ ഇതിലുണ്ട്. നമ്മളെ ചെറിയ സ്കൂട്ടി ആയതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് വരാൻ പറ്റില്ല. പിന്നെ കടൽ എത്ര കണ്ടാലും മതിയാവാത്ത സംഭവമല്ലേ. അപ്പോൾ ആ കൂട്ടുകാരൻ വിളിച്ചു, അവിടുന്ന് കാപ്പിയിലും കുടിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ഇങ്ങോട്ട് പോയിട്ട് വരാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. ഞാൻ അത് മീനെ പിടിച്ച് പോകുന്ന ബോട്ടാന്ന് തോന്നുന്നു. അതിന് അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. ഒരാട്ടിനടുത്ത് മീൻ പിടിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. 2-3 മീനെ പിടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ.
മൊത്തം മീൻപിടുത്തക്കാരാട്ടാ. നമ്മൾ എത്രയും ദൂരം നടന്നു വന്നു. ഇനിയും കുറേ പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടൊന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാട്ടോ അത്. ഇതിൻ്റെ ഇടയ്ക്ക് ഫോണായിട്ട് വീണെങ്കിൽ പിന്നെ കിട്ടൂല. അത് സൂക്ഷിച്ചായിട്ട് നിൽക്കാൻ പാടില്ല. ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത്. പാറക്കെട്ടിനിടക്ക് ഫോണോ നമ്മളെ ക്യാമറയോ നമുക്ക് വീണ് പോയാൽ പിന്നെ ഒരിക്കലും കിട്ടാതെ തന്നെ അതിനെ ഉപേക്ഷിച്ചോളൂ. ഇവിടെ എല്ലാം കുറേ ആൾക്കാർ മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. കുറേ വർഷമായിട്ടാണ് കണ്ടിട്ട്. ഒരു സമയം ഉണ്ടാകും.